നമസ്കാരം. രാജ്യത്ത് നടക്കുന്ന മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. ഉത്തരാഖണ്ഡിൽ നിന്നാണ് ശുഭകരമല്ലാത്ത വാർത്തകൾ വരുന്നത്. വൻ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയവും ഉരുൾപൊട്ടലുമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. മരണസംഖ്യ ഒരുപക്ഷെ ഉയർന്നേക്കാം. ഇതിനോടകം തന്നെ ഏതാണ്ട് 60-ലേറെ പേരെ കാണാതായിട്ടുള്ളതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഉത്തരകാശിയിലെ ധരാലി ഗ്രാമത്തിൽ മലമുകളിൽ നിന്ന് വെള്ളം കുതിച്ചു വരുന്ന വീഡിയോ ഞെട്ടലോടെയാണ് കാണാൻ സാധിക്കുന്നത്. വീടുകളും കെട്ടിടങ്ങളും വെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകുന്നുണ്ട്. ഒരു ഗ്രാമം തന്നെ ഇത്തരത്തിൽ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഖീർഗംഗ നദിയിലൂടെ പ്രളയ ജലം ഒഴുകിയെത്തുകയായിരുന്നു. പ്രദേശവാസികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് അടിയന്തരമായി മാറ്റാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുവെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. ഉരുൾപൊട്ടലിൽ മണ്ണും കല്ലും കുത്തി ഒലിച്ചെത്തി ഒരു ഗ്രാമത്തെ ഒന്നാകെ തുടച്ചു നീക്കിപ്പോകുന്ന ഭീതിജനകമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. നിരവധി പേർ നിലവിളിക്കുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് കേൾക്കാൻ സാധിക്കും. അവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുകൾ വന്നു. സംഭവത്തിന് പുറമെ NDRF സംഘം ഉടൻ തന്നെ സംഭവസ്ഥലത്തേക്ക് എത്തുകയായിരുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപക മഴക്കെടുതിയാണ് നേരത്തെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഉത്തർപ്രദേശിൽ 13 ജില്ലകളിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. ഗംഗ യമുന നദികൾ കരകവിഞ്ഞ് ഒഴുകുന്ന സ്ഥിതി വരെ ഉണ്ടായി. കനത്ത മഴയെ തുടർന്ന് ഹിമാചൽ പ്രദേശിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നു. സംസ്ഥാനത്ത് ഇതുവരെ 184 പേരാണ് മഴക്കെടുതി മൂലം മരിച്ചത്. വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും മൂലം 266 റോഡുകളും അടച്ചിട്ടിരിക്കുകയാണ്. 1700 കോടി രൂപയുടെ നാശനഷ്ടമാണ് സംസ്ഥാനത്ത് ഉണ്ടായതെന്നാണ് സർക്കാർ കണക്കുകൾ. നൈനിതാൽ ഹൽദ്വാനി ദേശീയപാതയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതവും തടസ്സപ്പെട്ടു കഴിഞ്ഞു. മേഘവിസ്ഫോടനം ഉണ്ടായാൽ ദുരന്തത്തിൻ്റെ കഥകൾ മാത്രമേ നമ്മൾ പിന്നീട് കേൾക്കാറുള്ളൂ. അതുമാത്രമേ ബാക്കിയുണ്ടാകൂ. 2022-ൽ അമർനാഥിൽ സമാനമായി മേഘവിസ്ഫോടനം ഉണ്ടായപ്പോൾ കേട്ടത് വലിയ വേദനിപ്പിക്കുന്ന വാർത്തകളായിരുന്നു. പൊലിഞ്ഞത് 16 മനുഷ്യജീവനുകളായിരുന്നു വന്ന്. നിരവധി പേരെയാണ് കാണാതായത്. സമാനമായ സംഭവം ഉത്തരാഖണ്ഡിലും എത്തുമ്പോൾ വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തരുതേ എന്ന പ്രാർത്ഥനയാണ് ഏവർക്കുമുള്ളത്. പലയിടത്തും വലിയ ദുരന്തങ്ങളാണ് മേഘവിസ്ഫോടനങ്ങൾ കാരണം ഉണ്ടായിട്ടുള്ളത്. ഉത്തരാഖണ്ഡിൽ നേരത്തെയും മണ്ണിടിച്ചിലും മഴ മുന്നറിയിപ്പുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദുരന്തത്തിന്റെ തീവ്രത കുറയാൻ സാധ്യതയുണ്ട്. വൻ മേഘവിസ്ഫോടനത്തിലാണ് ഒടുവിൽ ഉത്തരാഖണ്ഡ് യഥാർത്ഥത്തിൽ വിറച്ചത്. അതുകൊണ്ട് തന്നെ മേഘവിസ്ഫോടനം എന്താണെന്ന് അറിയേണ്ടതുണ്ട്. കേരളത്തിലടക്കം പലപ്പോഴായി മേഘവിസ്ഫോടനം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇതിൽ പലതും മിനി ക്ലൗഡ് ബേഴ്സ്റ്റായി ഒതുങ്ങുകയാണ് പതിവ്. വൻ മേഘവിസ്ഫോടനമാണ് ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇതാണ് സ്ഥിതിഗതികൾ അശാന്തമാക്കിയതും. വളരെ കുറഞ്ഞ സമയത്തിനകം ഒരു പ്രദേശത്തുണ്ടാകുന്ന അതിശക്തമായ പേമാരിയാണ് മേഘവിസ്ഫോടനം അഥവാ ക്ലൗഡ് ബേഴ്സ്റ്റ് എന്ന ഒറ്റ വാക്കിൽ നിർവചിക്കുന്നത്. ചുരുങ്ങിയ സമയത്തിൽ വലിയ മഴയുണ്ടാകുന്നത് കൊണ്ട് തന്നെ മേഘവിസ്ഫോടനം ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും അനുബന്ധമായി ഉണ്ടാകുന്നു. കാറ്റും ഇടിയും മിന്നലും കൂടിയാകുന്നതോടെ ആ പ്രദേശം അക്ഷരാർത്ഥത്തിൽ പ്രളയത്തിലാവുകയും ജീവൻ നഷ്ടപ്പെടുന്നതടക്കം വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യാറുണ്ട്. ഒരു മണിക്കൂറിൽ 100 മില്ലിമീറ്റർ മഴ പെയ്യുന്നതിനെയാണ് മേഘവിസ്ഫോടനമെന്ന് നിർവചിക്കുന്നത്. മേഘവിസ്ഫോടനം നടക്കുമോ എന്നത് വളരെ നേരത്തെ തന്നെ പ്രവചിക്കാൻ പറ്റാത്തത് ഒരു വെല്ലുവിളിയായുണ്ട്. ഇത് ഉത്തരാഖണ്ഡിൽ മാത്രമല്ല, ഇപ്പോൾ ശക്തമായ മഴ തുടരുന്ന കേരളത്തിലടക്കം ഇത് ബാധകമാണ്. മഴയും മഞ്ഞും വെയിലുമെല്ലാം ഇപ്പോൾ കടന്നു വരുന്നത് അപ്രതീക്ഷിതമായിട്ടാണ്. എന്തായാലും നമ്മുടെ അധികാരികളെല്ലാം തന്നെ ഇക്കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ.